ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ട്രെയിനിലെ മോഷണങ്ങളെ കുറിച്ചും അവ ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചുമാണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മക്കളിലേക്കും എത്തിക്കാൻ നോക്കുക. ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന വസ്തു മൊബൈലാണ്. മോഷ്ടാക്കൾ ഈ മൊബൈൽ കൈക്കലാക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാത്രി കാലങ്ങളിലാണ്. അത് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ ആകാം, ഓടുന്ന ട്രെയിൻ ആകാം, അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ പാളുന്ന ഒരു നിമിഷം കൊണ്ട് മോഷ്ടാക്കൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കും. നിങ്ങൾ രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും മൊബൈൽ ചാർജിനിടാൻ പാടില്ല. മൊബൈൽ ചാർജിനിട്ട് ഉറങ്ങുകയാണെങ്കിൽ കള്ളന് മൊബൈലിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. മൊബൈൽ രണ്ട് രീതിയിലാണ് അവർ കൈക്കലാക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുന്ന സമയത്ത് വിൻഡോയുടെ പുറത്തു നിന്നും, അതുപോലെ തന്നെ ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവ് കോച്ചിൽ കയറിയും, അതുപോലെ ട്രെയിനിന്റെ അൺറിസർവ്ഡിൽ നിന്നും കൈക്കലാക്കാം. നിങ്ങൾ രാത്രി കാലങ്ങളിൽ സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിൻഡോ ഷട്ടർ ക്ലോസ് ചെയ്ത് മാത്രമേ യാത്ര ചെയ്യാവൂ. ഇത് ഒരു പരിധിവരെ നിങ്ങളുടെ യാത്രയെ സുരക്ഷിതമാക്കും. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടുകയുമില്ല. ഓരോ ദിവസത്തെ യാത്രക്കാർക്കും ട്രെയിനിൽ യാത്ര ചെയ്ത് മുൻപരിചയം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് കള്ളന്മാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകവും. യാത്രക്കാരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ട് തൊട്ടടുത്ത് ആ മോഷ്ടാവ് ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന സമയത്ത്